ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് ഡൽഹിയിലെ ലാൽ കിച്ചണിലാണ്. ഇവിടെ മൊമോസ് സ്പെഷ്യലാണ്. അപ്പോൾ ഇവിടുത്തെ മൊമോസും ഇവിടുത്തെ വെറൈറ്റി ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കിനി ലാൽ കിച്ചൻ്റെ അകത്തോട്ട് പോവാം. ഇത് ദൈവമേ, എന്തൊരു ടൈറ്റാണ് ഈ ഡോറ്. എൻ്റെ ഉള്ള ബലം എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഈ ഡോറ് തുറന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഡിം ലൈറ്റിൽ നല്ല ആംബിയൻസ്, നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. വെറുതെ അല്ല, ഇവരെല്ലാം ഈ ഇരിക്കുന്നവരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇവർ എപ്പോൾ നോക്കിയാൽ ലാൽ കിച്ചൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താണ്. അത്ര ഭംഗിയുണ്ട്, നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം. നിങ്ങൾ പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്തു. ഹായ്. നിങ്ങൾ ഫോട്ടോയിൽ തിരക്കിലാണ്, ഫോട്ടോ എടുത്തതിൻ്റെ ഒക്കെ നോക്കി തിരക്കിലിരിക്കുകയാണ്. പിന്നെ ഇത് ഫുള്ളാണ് കേട്ടോ, ഇത് ഫുൾ സീറ്റ് ഫുള്ളാണ്. പുറത്ത് കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ കൂടുതൽ എനിക്ക് നോർത്ത് ഈസ്റ്റുകാരാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് മൊമോസാണ്. അപ്പം മൊമോസൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഫുഡ് എല്ലാവരും നല്ല വിശപ്പിലാണ്. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഡോക്ടർ ആകാശിന് കൈമാറുവാണ്. ഫുഡ് വന്നു. ഇനിയിപ്പോൾ എന്നെ ആ വീഡിയോ എടുക്കാൻ കിട്ടില്ല. ഞാൻ പോയി ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആകാശിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത്. ഈ സാധനത്തിൻ്റെ പേര് അത് ഇപ്പോൾ എന്നോട് ചോദിക്കരുത്, കാരണം ഭയങ്കര പാടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ കൊടുത്തേക്കാം ഇതിൻ്റെ പേര്. എന്താണ് എന്തോ ഒരു സൈസ് പേര്. ഞാൻ കുറേ വട്ടം മാമിനോട് ചോദിച്ചു എന്താ ഈ പേരെന്ന്, പക്ഷേ എന്നെക്കൂടെ പറയാൻ പറ്റുന്നില്ല, അത്ര പാടാണ്. ഇതിൻ്റെ കൂടെ ഒരു ബൺ ടൈപ്പ് രീതിയിലുള്ള സാധനമാണ്. അത് മുക്കി ഇത് കഴിക്കുക ചെയ്യുന്നത്. അതിനകത്തിൽ പച്ചമുളക് കിടപ്പുണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഡിഷ് ഞാൻ കാണുന്നത്. കൂട്ടത്തിൽ നമുക്ക് 3 സ്പൈസി ചട്നിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വേണം കഴിക്കാൻ. അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവരാരും ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അത് കാരണം ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്ട് നിൽക്കുകയാണ്. എന്താണ് ഗൈസ്, വാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മൊബൈലിൽ ബിസിയാണ്, ആരും സ്റ്റാർട്ട് ചെയ്യുന്നുമില്ല. വെയിറ്റ് ചെയ്തിരിക്കുക, അല്ല എന്നാ ചെയ്യാൻ പറ്റും. ബണ്ണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ മാടി വിളിക്കുന്നുണ്ട്. അവസാനം മാം അത് ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിലൊരു ചെറിയ പീസ് ബണ്ണ് പോലത്തെയാണ്, പക്ഷെ വേറെ ടേസ്റ്റാണ്. ബണ്ണ് പോലത്തെ ഇരിക്കുന്നെങ്കിലും വേറെ രീതിയാണ് ടേസ്റ്റ്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതിൻ്റെ പച്ചമുളകൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് എല്ലാവരും. എരിവില്ലാവും. സൂപ്പറാട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട്. എരിവോ അധികമില്ല, ഒന്നുമില്ല. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ മൊമോസ്, കൊത്ത മൊമോസ്. ഇത് കഴിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. അതിൻ്റെ കൂടെ 3 ചട്നി ഉണ്ട്. ഈ 3 ചട്നി ഞാൻ എടുത്തില്ല, കാരണം ഭയങ്കര സ്പൈസിയാണത്. അവൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് തിരിച്ചിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവിടെ എല്ലാം ആക്കിയവൾ. അവരാണെങ്കിൽ വെജിറ്റേറിയൻകാരുമാണ്. ഞാനും സുമിത്ത് മാത്രമേ ചിക്കൻ കഴിക്കത്തുള്ളൂ. ഇതാണ് കൊത്ത മൊമോസ്. നല്ല ഭംഗിയുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കി? ഇനി മുട്ടയുടെ വല്ലതും ഇത് മറ്റേ വൈറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ മേലൊരു ഷീറ്റ് പോലൊരു സാധനമുണ്ട്. ഏതായാലും ഞാൻ കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം. ചൂടാണെങ്കിലും പറയാം. സൂപ്പറായിട്ടുണ്ട്, നല്ല ജ്യൂസി മൊമോസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ജ്യൂസി മൊമോസ് കഴിക്കുന്നത്. ഇത് വെജ് മൊമോസ്. നല്ല മൊമോസ് കഴിച്ചിട്ട് നേരെ ഈ വെജ് മൊമോസിലേക്ക് വന്നപ്പോൾ എനിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അത് അവരെല്ലാം പറയുകയും ചെയ്ത്, ചിക്കൻ മൊമോസ് കഴിച്ചതിന് ശേഷം വെജ് കഴിക്കല്ലേ, ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ലെന്ന്. എന്ത് ചെയ്യാനാ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ.